Hi students, BTech ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് BTech അഡ്മിഷന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും അതിൻ്റെ ഒരു 2 കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക. നമ്മളത് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ കോപ്പി ഉണ്ടാവില്ല. കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മൾ കോപ്പി ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും എന്ത് ചെയ്യുക, കോപ്പി നമ്മുടെ എന്ത് ചെയ്യുക കൈവശവും കരുതുക അഡ്മിഷന് പോകും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസ് ലോഗിനിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. നമുക്ക് 3 സർട്ടിഫിക്കറ്റാണ് ജനറലി നമുക്ക് എന്ത് വേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം, അതേപോലെ തന്നെ 2 മാർക്ക് ലിസ്റ്റ് വേണം. മൂന്നാമത് വേണ്ട യഥാർത്ഥത്തിൽ നമ്മുടെ ഡിപ്ലോമയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണ്ട. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഗ്രേഡ് കാർഡ് നമുക്ക് കോളേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരുന്നത് DTE ആണ്, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യത്തില്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. പകരം നിങ്ങളുടെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ഗ്രേഡ് കാർഡ്, അതായത് S6 വരെ ഉള്ള ഒരു സെമസ്റ്ററിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, അതായാലും മതി. അല്ല ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഓരോ സെമിസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ട് എങ്കിൽ അതായാലും മതിയാകും. പക്ഷേ ഇതിന് ഫീസ് അടയ്ക്കുന്നതോടൊപ്പം നിങ്ങൾക്കിത് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് അക്കാഡമിക് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഒരു കുട്ടിക്ക് നമ്മുടെ കോളേജിൽ നിന്ന് പോകുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ ഒരു പോളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തരും. അതുപോലെ തന്നെ ക്യാരക്ടർ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തരും. പലരുടെയും ഡൗട്ട് വരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അത് മിനിമം 1 വർഷം മുതൽ 5 വർഷം വരെയൊക്കെയാണ് വാലിഡിറ്റി വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ TCയുടെ കൂടെ തന്നെ ക്യാരക്ടർ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കിട്ടും. ഇൻ കേസ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാം. അടുത്തത് അലോട്ട്മെൻറ്റ് മെമ്മോ. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിട്ട് ഏതെങ്കിലും കോളേജ് കിട്ടിയത് നിങ്ങളുടെ പ്രൊഫൈലിലുണ്ടാകും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അതിനെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത്. ശരി, BTech ലെറ്റിൻ്റെ സ്കോർ കാർഡ് റാങ്കിൻ്റെ ഇതാണ് അത് പറയുന്നത്. അത് നമ്മുടെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ റാങ്ക് കാണിക്കും. അല്ല നമുക്ക് എന്ത് ചെയ്യുക, സ്കോർ കാർഡ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുക. അടുത്ത നമ്മൾ LBSയിൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ LBSയിലേക്ക് ഫീസ് അടയ്ക്കണം. അത് 10,000, 3,000 സംതിങ് 100. ഓക്കെ, അത് നിങ്ങൾക്ക് എത്രയാണ് കാണുന്നത് ആ എമൗണ്ട് അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ കോളേജ് അഡ്മിഷന് പോകാൻ പറ്റുള്ളൂ. ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എമൗണ്ട് നിങ്ങളുടെ കോളേജിൽ അടച്ചാൽ മതിയാകും. അടുത്തത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്. നമ്മളെ SLC സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന്. അല്ലെങ്കിൽ VHSE സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അല്ല എങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണ്ടത്. എല്ലാ കുട്ടികൾക്കും മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് ആണ്. ശരി, അത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 5 ഫോട്ടോ, മിനിമം 2 അല്ലെങ്കിൽ 5 ഫോട്ടോസ് എന്ത് ചെയ്യുക, കൈവശം കരുതുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ഒറിജിനൽ അതോടെ കോപ്പി ഒക്കെ നമ്മുടെ എന്ത് ചെയ്യാൻ കൈവശമുണ്ട്. നമ്മളെ ഗാർഡിയനെയും കൂടെ കൊണ്ടുപോകുക. നമ്മൾ ഒറ്റയ്ക്ക് പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കേണ്ട. പിന്നെ സ്പോട്ട് അഡ്മിഷനുകൾ ഉണ്ടാകും. അത് ഓരോ ഗവൺമെൻറ് കോളേജുകളിൽ അത് അറിയിക്കും. അത് നമുക്ക് ഈ ചാനലിലും അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. BTech ഓൺലൈൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. പെട്ടെന്ന് അപ്ഡേറ്റ്സുകൾ നമ്മൾ സ്റ്റോറി ആയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് അന്നേ ദിവസത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറിയാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് BTechന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. BTechൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയും ഈ ഇൻസ്റ്റാ പേജ് വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ BTechൻ്റെ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോയാൽ BTechൻ്റെ മാത്സിൻ്റെ ക്ലാസ് മറ്റ് സബ്ജക്റ്റൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. BTech ഓൺലൈൻ ലേണിംഗ് ആപ്പിൽ നമ്മുടെ പോളിടെക്നിക്കിൻ്റെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വേണ്ടി നമ്മുടെ മാത്സിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം കുട്ടികൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.